അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗാന്ധിജിയുടെ ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗാന്ധിജിയുടെ ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? ഗ്രാമപഞ്ചായത്ത് രൂപീകരണമാണ് ഗാന്ധിജിയുടെ ആശയമായിട്ട് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തി. അടുത്ത ചോദ്യം, ലോകത്ത് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എവിടെയായിരുന്നു? ലോകത്ത് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എവിടെയായിരുന്നു? കേരളത്തിലായിരുന്നു. കേരളം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ്. മഞ്ഞ് മൂടിയ ഹിമാലയൻ പർവ്വതനിരകൾക്ക് തൊട്ട് തെക്ക് ഭാഗത്തെ പ്രദേശങ്ങളിൽ തണുപ്പിൻ്റെ കാഠിന്യം കുറവാണ്. മഞ്ഞ് മൂടിയ ഹിമാലയൻ പർവ്വതനിരകൾക്ക് തൊട്ടു തെക്കു ഭാഗത്തെ പ്രദേശങ്ങളിൽ തണുപ്പിൻ്റെ കാഠിന്യം കുറവാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ശരിയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്തത്, പ്രകൃതി രമണീയമായ ഹിമാലയൻ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്തായി നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. പ്രകൃതി രമണീയമായ ഹിമാലയൻ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്തായി നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയായിട്ടുള്ള ഓപ്ഷനുകളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ പ്രകൃതി വിഭാഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂപ്രകൃതി വിഭാഗം ഏത്? ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിക്കാണ് ഏറ്റവും ഉറപ്പേറിയ ശിലകളും പഴക്കമേറിയതും ആയിട്ടുള്ള ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. നേപ്പാളുമായി ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? നേപ്പാളുമായി ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. സിക്കിമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം. ഇന്ത്യൻ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം അത് തമിഴ്നാടാണ്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ സമയത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. അടുത്ത ചോദ്യം, ഏത് നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി? ഇന്ദ്രാവതി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. അടുത്ത ചോദ്യം, 2011 മാർച്ച് 1 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം ഏത്? 2011 മാർച്ച് 1 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം ഏത്? ഉത്തരം കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ്. 2011 മാർച്ച് 11 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതം കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ്. അടുത്ത ചോദ്യം, ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? ദേവികുളം താലൂക്കിലാണ് ആനമുടിച്ചോല സ്ഥിതി ചെയ്യുന്നത്. ദേവികുളം താലൂക്കിൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വ്യാപകമായി കാണുന്ന മണ്ണിനം. കേരളത്തിലെ ഏറ്റവും വ്യാപകമായി കാണുന്ന മണ്ണിനം ചെങ്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം അല്ലെങ്കിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണാണ്.